എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. വിശുദ്ധ വാരാചരണത്തിൻ്റെ ഭാഗമായി ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. വിശ്വാസ സമൂഹം നഗരവീഥികളിലും ദേവാലയങ്ങളിലും ഇന്ന് കുരുത്തോല പ്രദക്ഷിണം നടത്തുന്ന ദിവസമാണ്. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി യേശുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി പാം സൺഡേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെണ്ടയ്ക്ക മപ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ വെണ്ടയ്ക്കായാണ്. കൂടെ ഒരു 2 ചെറിയ പഴുത്ത തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ 2 വറ്റൽമുളക്, 3 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, ഇത് കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഈ ചട്ടി ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഈ നൂൽ പരുവൊക്കെ ഒന്ന് മാറിക്കിട്ടണം. വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ആയി കിട്ടണം. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വെണ്ടയ്ക്ക കറി വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് വേണം കറി വയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു കറിക്ക് വഴുവഴുപ്പ് ഉണ്ടാവും. ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കടുക് പൊട്ടിക്കുന്നത്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊരു ബ്രൗൺ നിറമായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്തതായിരുന്നു ഈ മുളക്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്നു വരുന്നതിനായി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും. ഇനി ഇതിലേക്കൊരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇത് എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ചെയ്തതാണ്. അതുകൊണ്ട് പെട്ടെന്നായിപ്പോയി കറികളുടെ വെയ്പ്പൊക്കെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
കൂടെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്, പെരുംജീരകം പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലെന്ന് പറയാൻ പറ്റത്തില്ല, ഞാനിത് മിക്സിയിലാണ് അരച്ചത്. അപ്പോൾ ഞാൻ അരപ്പ് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിക്കകത്ത് ഒരല്പം വെള്ളം ചേർത്തിട്ട് 1-ാം പാലായിട്ട് അതിൻ്റെ സ്ഥാനത്ത് എടുക്കുകയായിരുന്നു. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയം തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇനി ഒരല്പം പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറി വെന്തതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരല്പം പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു സ്മെല്ലുമാണ്. നമ്മുടെ കറി ഇവിടെ കണ്ടോ, നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. കുട്ടികളൊക്കെ നന്നായിട്ട് ചോറുണ്ണും. കുട്ടികളെന്നല്ല നമുക്കും നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നാളെ ഇതേ സമയം മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.